ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. എന്നത്തെയും പോലെ ഒരു സാധാരണ പ്രേത സിനിമയല്ല ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു ഹൊറർ മൂവി ഇത് മുന്നോട്ടേക്ക് പോകുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈലിലാണ്. അതുകൊണ്ട് ഒരു സാധാരണ ഹൊറർ മൂവിയിൽ നിന്ന് കിട്ടുന്ന ഫീൽ അല്ല, കുറച്ച് വ്യത്യസ്തമായ ഒരു വൈബ് തന്നെ ഈ ഒരു കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. സാങ്വോ എന്ന പേരുള്ള ആളൊരു എഞ്ചിനീയർ ആണ്. ഇയാളുടെ മകളെ പെട്ടെന്നൊരു ദിവസം കാണാതാവുകയാണ്. തന്റെ മകളെ തേടി അലഞ്ഞ ആ മനുഷ്യൻ അവസാനം ആ രഹസ്യം കണ്ടുപിടിക്കുകയാണ്. തന്റെ മകളെ കാണാതായിരിക്കുന്നത് മറ്റെവിടെ നിന്നുമല്ല, അതെവിടെ നിന്നാണെന്ന് ഇയാൾ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നീട് അയാൾ എത്തിയത് ഒരു വലിയ ലോകത്തിലേക്കായിരുന്നു. എവിടെയാണ് സാങ്വോ എത്തിയത്? അദ്ദേഹത്തിന്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ മകളെ ആരാണ് തട്ടിക്കൊണ്ടുപോയത്? എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത്? എന്തായാലും ഈ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മളെയൊക്കെ ഈ ഒരു സിനിമ ഇരുത്തിയൊന്ന് ചിന്തിപ്പിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോയല്ലേ, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ നമ്മളെ കാണിക്കുന്നത് ഒരു റെക്കോർഡഡ് ഫൂട്ടേജ് ആണ്. ഒരു പഴയ വീടിനുള്ളിൽ വെച്ച് ചില മന്ത്രവാദങ്ങളും പൂജകളും ഇതെല്ലാം ട്രഡീഷണലായ കൊറിയൻ രീതിയിൽ ചെയ്യുന്ന ഒരു സ്ത്രീ. ആ വീട്ടിൽ എന്തോ പ്രേതബാധ ഉണ്ട് തോന്നുന്നു. അതിനെ ഒഴിപ്പിക്കാനായിരിക്കും ചിലപ്പോൾ ഇവർ ഈ ചടങ്ങ് ചെയ്യുന്നത്. കയ്യിലൊരു കത്തിയുമായിട്ട് നമ്മുടെ നാട്ടിൽ വെളിച്ചപ്പാടൊക്കെ തുള്ളുക എന്ന് പറയില്ലേ, അതുപോലെ ഒരു ഉന്മാദാവസ്ഥയിലേക്ക് പോയി ആ കത്തി കൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്ന ആ സ്ത്രീ അവിടെ ഉണ്ടായിരുന്ന ഒരു അലമാര വേഗം തുറക്കുകയാണ്. ആ അലമാര തുറന്നു കഴിഞ്ഞതിന് ശേഷം അസ്വാഭാവികമായ ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ആ സ്ത്രീ തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അവരുടെ കഴുത്ത് തന്നെ അറുത്ത് കളയാണ്. ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള സാങ്വോയാണ്. അവനിപ്പോ ഒരു കാർ ഓടിച്ച് ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്തും ചെവിയിൽ ഹെഡ്സെറ്റ് ഉണ്ട്. കാര്യമായിട്ട് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ നേരം തന്നെ കാറിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള ഇനിയെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയുടെ മുഖത്ത് എന്തോ വല്ലാത്തൊരു ശോകമുണ്ട്, വല്ലാത്തൊരു വിഷമം. എന്നാൽ അവളോട് അതെന്താണെന്ന് ചോദിക്കുന്നോ, അവളോട് നല്ല രീതിയിൽ സംസാരിക്കുന്നോ, ഇതൊന്നുമില്ല. ഇവൻ ഫുൾ ടൈമിൽ ആ ഒരു കോളും അവന്റെ ബിസിനസ്സും അവന്റെ ആ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇപ്പൊ തന്നെ ഇവര് ഏതോ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറി പോവാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു ഞാനി, അതായത് കുട്ടികളെ നോക്കാനായിട്ട് ഒരു ഞാനി വരുന്നുണ്ട്. അതുപോലെ നല്ല വീടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇനിയ അതിനുള്ള മറുപടി ഒന്നും അച്ഛന് കൊടുക്കുന്നില്ല. അവൾ ഉറങ്ങിയതുപോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാങ്വോ റോട്ടിൽ എന്തോ ഒന്ന് കാണുന്നുണ്ട്. വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ചെന്ന് നോക്കിയ സമയത്ത് ഒരു വണ്ടി തട്ടി ഒരു മാൻകുട്ടി ചത്തുപോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇറച്ചി കാക്കകൾ കൊത്തി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം അതിന്റെ അമ്മയാണെങ്കിൽ ദയനീയമായിട്ട് തന്നെ ആ ഒരു കാഴ്ച നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാറിലേക്ക് തിരിച്ചു വരാൻ നോക്കിയ സാങ്വോ മകളെ കാറിൽ കാണുന്നില്ല. അവനാകെ ഞെട്ടിപ്പോയി. തൊട്ടപ്പുറത്താണെങ്കിൽ ഒരു കാടായിരുന്നു. ഒരു നിമിഷം ഒന്ന് ഭയന്നുപോയ സാങ്വോ ഇപ്പൊ മകളെ ഉറക്കനെ വിളിക്കുകയാണ്. ഇനിയാ നീ എവിടെയാണ് മോളെ? ഞാൻ വിളിക്കുന്ന കേൾക്കുന്നുണ്ടോ? നീ എങ്ങോട്ടാ പോയത്? ഇത് പറഞ്ഞുകൊണ്ട് ആ കാട്ടിനുള്ളിലേക്ക് സാങ്വോ വേഗം തന്നെ കയറി ചെല്ലുകയാണ്. വല്ലാത്തൊരു വെപ്രാളത്തിൽ പല ഭാഗത്തേക്കും ഓടിച്ചെന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോ മകളെ കാണുകയാണ്, ഇനിയെ കാണുകയാണ്. എന്നാൽ അവൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വളരെ ശാന്തമായിട്ട് തന്നെ കാടിന്റെ ഒരു ഭാഗത്തേക്ക് അവൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇപ്പൊ വേഗം തന്നെ സാങ്വോയും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്താണ് ഇനിയ ഇത്ര കാര്യമായിട്ട് നോക്കുന്നേ എന്ന് നോക്കിയ സമയത്ത് ഇവര് താമസം മാറി പുതിയൊരു വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ വീടായിരുന്നു. അതിലേക്കാണ് ഇനി അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ സാങ്വോ ചോദിക്കണ, മോളെ ഈ വീട് ഇതുള്ള സ്ഥലം എങ്ങനെയാണ് മോക്ക് മനസ്സിലായത്? എന്നാൽ അതിനുള്ള മറുപടി ഒന്നും ഇനിയെ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവളുടെ മുഖത്ത് വല്ലാത്തൊരു ശോകം മാത്രമാണുള്ളത്. എന്തായാലും സാങ്വോ മകളെയും കൂട്ടിക്കൊണ്ട് കാടിനുള്ളിലെ ആ വീട്ടിലേക്ക് വരികയാണ്. കാടിനുള്ളിൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു വലിയൊരു തോട്ടം. പിന്നീട് വീട്ടിലേക്ക് വന്നിട്ട് അവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്നും ആ വീട്ടിലേക്ക് എടുത്തു വെക്കുകയാണ്. ഇതേ നേരം തന്നെ മുകളിലേക്ക് പോയ സാങ്വോ നല്ല രസമുള്ളൊരു റൂം കാണുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗം മുഴുവനും കണ്ണാടിയായിരുന്നു. അതിലൂടെ അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ മുറ്റത്തായിട്ട് ഒരു കിണർ പോലെ എന്തോ ഒന്ന് കാണുകയാണ്. അതേ നേരം എന്താണെന്ന് അറിയില്ല, ചില്ലിൽ വല്ലാത്ത ശബ്ദത്തിൽ എന്തോന്ന് വന്ന് ഒറ്റ അടിയാണ്. ചില്ല് പൊട്ടിപ്പോകുന്നുണ്ട്. നോക്കുമ്പോൾ ആ ചില്ലിന്റെ പൊട്ടിയ ഭാഗത്ത് ചോരയും കാണുകയാണ്. പിന്നീടാണ് സാങ്വോയ്ക്ക് മനസ്സിലായത് അത് പറന്നു വന്ന ഒരു കാക്ക ഈ ചില്ലിനിട്ട് ഇട്ടിച്ചതാണ്. ആ കാക്ക അപ്പൊ തന്നെ ചത്തുപോയിട്ടുണ്ട്. എന്നാൽ ആ ചോര കണ്ട സമയത്ത് സാങ്വോയ്ക്ക് എന്തോ തല കറങ്ങുന്നത് പോലെ ഫീൽ ആകുവാണ്. അവൻ പതിയെ പിന്നിലേക്ക് വീഴുന്നുണ്ട്. ഇതേ നേരം തന്നെ ഒരു വല്ലാത്ത എലൂഷൻ അവന് വന്നു പോവാണ്. അതായത് അവനും അവന്റെ ഭാര്യയും മോളായിട്ടുള്ള ഇനിയും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭാര്യ പറയുന്നുണ്ട്, എന്താണ് സാങ്വോ, ഇന്ന് മോൾക്ക് നല്ലൊരു സമ്മാനം കിട്ടിയ ദിവസമല്ലേ, അത് അവള് മേടിക്കുന്ന കാണാനെങ്കിലും നിങ്ങൾക്കൊന്ന് നേരത്തെ വന്നൂടായിരുന്നു. ഇപ്പൊ സാങ്വോ പറയാണ്, നിനക്ക് എന്താ എന്റെ തിരക്കുകളെ കുറിച്ചൊന്നും അറിയില്ലേ? ഞാൻ എത്ര ബിസിയാണ്, ഇതിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെയാ തോന്നേ? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ലോറി വന്നിട്ട് ഇവരുടെ കാറിനിട്ട് ഒറ്റ ഇടിയാണ്. ആ അപകടത്തില് സാങ്വോയുടെ ഭാര്യ മാത്രം മരിച്ചുപോയി. ആ ഒരു കാര്യം ഇപ്പൊ നിലത്തേക്ക് വീണ് സാങ്വോയുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല അവനിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു ടാബ്ലറ്റ് ഇട്ട് വായിലേക്ക് ഇട്ട സമയത്താണ് ആ വിറയിൽ നിൽക്കുന്നത്. ഇപ്പൊ തന്നെ ഒരു കാര്യം മനസ്സിലായില്ലേ, സാങ്വോയ്ക്കായാലും അതുപോലെ തന്നെ മകളായിട്ടുള്ള ഇനിയക്കായാലും അവരുടെ ഉള്ളിൽ വല്ലാത്തൊരു ശോകം ഉണ്ട് എന്ന് പറയല്ലേ, ഒരു സങ്കടം ഉണ്ട് എന്ന് പറയല്ലേ. അതിന്റെ കാരണം ഇത് തന്നെയാണ്, സാങ്വോയുടെ ഭാര്യ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാൻ, മൈൻഡിന് ഒരു റിലാക്സ് ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണ് മകളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് സാങ്വോ വീട് മാറി വന്നിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു ടാബ്ലറ്റ് കഴിച്ച് ഒന്ന് ഓക്കെ ആയ സമയത്ത് സാങ്വോ വേഗം തന്നെ അയാളുടെ ഡോക്ടറെ വിളിക്കാണ്. ഡോക്ടറെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ എന്താ ചെയ്യുക? ഇപ്പൊ ഡോക്ടർ സാങ്വോട് പറയണത്, നീ കൂളാവ്, വളരെയധികം കൂളാവ്. ഞാൻ പറഞ്ഞതുപോലെ ആ ടാബ്ലറ്റ് കറക്റ്റ് ആയിട്ട് നേരത്തിന് കഴിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇനിയവിടെ എന്താണ് അവളുടെ അവസ്ഥ?
ഇപ്പൊ സാങ്വോ പറയുന്നത് അത് പിന്നെ ഡോക്ടറെ എനിക്കറിയില്ല എനിക്ക് അവളെ മര്യാദക്ക് നോക്കാൻ പറ്റുമെന്ന്, ഒരുപാട് ജോലിയുണ്ട്, ഞാൻ തൽക്കാലത്തേക്ക് ഒരു നാനിയെ ആക്കിയാലോ എന്ന് വിചാരിക്കാൻ. ഇപ്പൊ ഡോക്ടർ പറയുന്നത് ഒരിക്കലും സാങ്വോ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിന്നെക്കാളും മാനസികമായിട്ട് എഫക്റ്റ് ആയിട്ടുള്ളത് ഇനിയേക്കാണ്, അവളെ ചികിത്സിച്ച് ഭേദാക്കാൻ മരുന്നല്ല വേണ്ടത്, നിന്റെ പ്രസൻസ് ആണ് വേണ്ടത്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ട, മകളുടെ കൂടെ നന്നായിട്ട് നിൽക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക. എന്നാൽ ഡോക്ടർ പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. സാങ്വോ ഒരു ആർക്കിടെക്ട് ആണ്, അതുകൊണ്ട് തന്നെ സൈറ്റിൽ നിന്നും ഒരുപാട് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതെല്ലാം അവൻ ഡീൽ ചെയ്യുന്നുണ്ട്. ഈ നേരത്ത് നമ്മുടെ ഇനിയ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ഒറ്റയ്ക്കാണ് കേട്ടോ. ഭക്ഷണം തൊട്ട് മുന്നിലുണ്ട്, അവളാണെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഭക്ഷണം കഴിക്കാതെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. നീ എന്താ മോളെ ഭക്ഷണം കഴിക്കാത്തത് എന്ന് വരെ സാങ്വോ ഇപ്പൊ ചോദിക്കുന്നില്ല. എന്തായാലും ഇതിനുശേഷം റൂമിലേക്ക് പോയ ഇനിയ ചെയ്യുന്നത് അവളുടെയും അവളുടെ അമ്മയുടെയും ആ ഒരു പഴയ വീഡിയോസ് എല്ലാം എടുത്ത് കാണുകയാണ്. അത് കാണുന്ന സമയത്ത് ആ ഒരു കുഞ്ഞു മനസ്സിന് വല്ലാത്തൊരു നോവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ അച്ഛൻ അവളുടെ കൂടെ നിൽക്കുന്നില്ല. ആ കുഞ്ഞു മോള് അവിടെ കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണ് ഇനിയ ഒരു ശബ്ദം കേൾക്കുന്നത് കേട്ടോ. അവള് നേരെ വാതിലിന്റെ അടുത്തേക്ക് നോക്കി, അവിടെ നിന്നല്ല, പകരം ആ ശബ്ദം കേൾക്കുന്നത് ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു അലമാരയുടെ ഉള്ളിൽ നിന്നായിരുന്നു. ഇനിയ പതിയെ ആ അലമാരയുടെ അടുത്തേക്ക് ചെന്ന് അതിന്റെ ആ ഒരു വാതിൽ തുറക്കുകയാണ്. തുറന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനിയുടെ പിന്നിൽ വല്ലാത്തൊരു രൂപം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടാൽ തന്നെ പേടിയാകുന്ന ഒരു വല്ലാത്ത രൂപം. പെട്ടെന്ന് ഇനിയുടെ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. ഈ കരച്ചിൽ കേട്ടപാട് തന്നെ സാങ്വോ മുകളിലേക്ക് ഓടി വരികയാണ്. പെട്ടെന്ന് തന്നെ ഇനിയുടെ റൂമിന്റെ വാതിൽ തട്ടുന്നുണ്ട്. ഇനിയിപ്പോ വന്ന് വാതിൽ തുറക്കുകയാണ്. എന്നാൽ എപ്പോഴത്തെയും പോലെ അവളുടെ മുഖത്തിൽ വല്ലാത്തൊരു സങ്കടമൊന്നുമില്ല. വളരെ ചിരിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാ എന്താ പറ്റിയേ, അത് പിന്നെ മോളെ നീ എന്തിനിപ്പോ കരഞ്ഞു ചോദിക്കുമ്പോൾ ഇനിയെ പറയണേ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല അച്ഛാ, മോൾ ഓക്കെ അല്ലേന്ന് ഇപ്പൊ സാങ്വോ ചോദിച്ചപ്പോ ഇനിയെ പറയണ ഓക്കെ ആണ് അച്ഛാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതേ നേരം തന്നെ ഇനിയുടെ കയ്യിൽ ഒരു പഴയ പാവക്കുട്ടിയെ കാണുകയാണ്. മോളെ ഇത് എവിടുന്നാ കിട്ടിയെന്ന് സാങ്വോ ചോദിച്ചപ്പോ ഇനിയെ പറയണ അത് പിന്നെ ഈ റൂമിലുണ്ടായിരുന്നു, ഇതെന്തിനാ ഈ പഴയ പാവയൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നത്, പുതിയതുണ്ടല്ലോ അതങ്ങ് കളഞ്ഞേക്കെന്ന് പറയാണ്. ഇതിനുശേഷം സാങ്വോ തിരിച്ചു പോകുന്ന നേരത്ത് ഇനിയ പതിയെ ചെന്ന് ആ ഒരു അലമാര അടക്കുകയാണ്. അപ്പൊ എന്തോ ഒരു സംശയം തോന്നിയ സാങ്വോ വീണ്ടും തിരിച്ചു വന്ന് ആ അലമാര തുറന്നു നോക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും അതിലില്ല. പിന്നീട് സാങ്വോ വീണ്ടും ചോദിക്കണം മോളെ ഇനിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല അച്ഛാ എനിക്കൊരു കുഴപ്പമില്ലാന്ന് വളരെ സന്തോഷത്തോടെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവള് മറുപടി പറയാണ്. സോ അവിടെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കിക്കൂടെ, എന്തോ ഒന്ന് ഈ റൂമിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായിട്ട് ഇവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് എന്നത്തെയും പോലെയല്ല, ഇനിയ വല്ലാത്ത വിശപ്പുള്ളതുപോലെ ആർത്തിയോടുകൂടെ ആ ഒരു ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട സാങ്വോ വിചാരിക്കുകയാണ് ഇതെന്താ മോക്ക് പറ്റിയത്. പിന്നീട് വേഗം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇനിയെ ചിരിച്ചുകൊണ്ട് തന്നെ അച്ഛനോട് പറയാ, അച്ഛാ ഞാൻ എന്തായാലും മുകളിലേക്ക് പോട്ടെ, ഞാൻ അവിടെ പോയിട്ട് കളിക്കട്ടെ എന്ന് പറയണം. ഓക്കെ മോള് പൊയ്ക്കോ എന്ന് പറയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ സാങ്വോയ്ക്ക് എന്തോ ഒരു സംശയം പോലെ, ഇവൾ ഇങ്ങനെയല്ലല്ലോ പെരുമാറാറ്. ആ സംശയത്തിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സാങ്വോയെ പിന്നിൽ നിന്നും ഇനിയെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, അച്ഛാ എനിക്ക് ഈ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിച്ച, എനിക്ക് എന്റെ റൂമിൽ പോയി ഇരിക്കുമ്പോൾ വല്ലാത്ത സന്തോഷം തോന്നും, അതുപോലെ തന്നെ എനിക്കൊരു കൂട്ടുകാരിയും കിട്ടിയിട്ടുണ്ട്. സാങ്വോ വിചാരിച്ചു ഇന്നലെ കണ്ട ആ ഒരു പാവയെ കുറിച്ചായിരിക്കും ഇനിയെ പറയുന്നതെന്ന്. ഇപ്പൊ സാങ്വോ പറയണ മോളെ കുഴപ്പമൊന്നുമില്ല, മോള് റൂമിൽ പോയിട്ട് കളിച്ചു കേട്ടോ, മോള് സന്തോഷത്തോടെ ഇരുന്നാൽ മതി, അച്ഛനും ഹാപ്പിയാണ്. ഇതിനുശേഷം സാങ്വോ നേരെ സൈറ്റിലേക്ക് പോവാണ്. ഭാര്യ മരിച്ച് കുറച്ച് ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറെ കാര്യങ്ങൾ ആകെ താളം തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാങ്വോയ്ക്ക് വളരെയധികം വർക്ക് പ്രഷറും ഉണ്ട്. അങ്ങനെ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് വരുന്നത്. വീട്ടിലേക്ക് വന്നപാട് തന്നെ എന്നും കഴിക്കുന്ന ആ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഈ സമയത്താണ് മുകളിൽ നിന്നും ഇനിയ ആരോട് സംസാരിക്കുന്നത് പോലെ സാങ്വോയ്ക്ക് തോന്നുന്നത്. സാങ്വോ നേരെ മുകളിലേക്ക് പോയിട്ട് ഇനിയുടെ റൂമിന്റെ കതക് വേഗം തുറക്കുകയാണ്. ഇനി അപ്പൊ തന്നെ അവൾ എന്തോ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് മൂടുകയാണ്. ഇപ്പൊ അച്ഛനെ കണ്ടപാടനെ ഇനിയെ ചിരിച്ചുകൊണ്ട് പറയണ, അച്ഛാ അച്ഛന് വേണ്ടി ഞാൻ നല്ലൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഞാനത് പാടിത്തരട്ടെ. അവള് നല്ല ഹാപ്പി ആയിട്ട് ഈ കാര്യം പറയുന്ന സമയത്ത് അവളുടെ അടുത്തേക്ക് സാങ്വോ വന്നിട്ട് ഒരു കാര്യം പറയണ, മോളെ അച്ഛന്റെ പടി സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് മോളെ, എനിക്ക് തീർത്താലും തീരാത്ത അത്രയും ജോലി അവിടെയുണ്ട്. അതിനെന്താ അച്ഛാ, അച്ഛൻ എന്താ പറയാൻ വന്നതെന്ന് ഇനിയെ ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ പോവാണ്, മോളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഞാൻ ഇങ്ങോട്ടേക്ക് വരും. എത്ര ദിവസമാണെന്ന് ഇനിയെ ചോദിച്ചപ്പോൾ സാങ്വോ പറയാണ്, ഒരു 2 മാസം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വന്നോളാം, മോളെ നോക്കാൻ ഇവിടെ ഒരു ഞാനി ഉണ്ടാവുമല്ലോ. ഇത് കേട്ടപാട് തന്നെ ഇത്രയും നേരം ഹാപ്പി ആയിരുന്ന ഇനിയുടെ മുഖം മാറുകയാണ്. ഓ അച്ഛന് പിന്നെ അച്ഛന്റെ ജോലി മാത്രം പഴയതുപോലെ തന്നെ തുടങ്ങിയല്ലേ. ഇതും പറഞ്ഞു വല്ലാത്തൊരു ഗൗരവത്തില് അവള് പോയിട്ട് ഒരൊറ്റ നിർത്താണ്. ഇത് കണ്ട് സങ്കടമായി സാങ്വോ പറയാണ്, മോളെ നീ ഇങ്ങനെ നിൽക്കല്ലേ, അച്ഛന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്, തീർത്താൽ തീരാത്ത അത്രയും ജോലി ബാക്കിയുണ്ട് മോളെ, അതുകൊണ്ടല്ലേ ഞാൻ ഇവിടുന്ന് പോകുന്നത്, മോളെ എന്നെ ഒന്ന് മനസ്സിലാക്കണമെന്ന് പറഞ്ഞിട്ട് സാങ്വോ അവിടുന്ന് പോവാണ്. അല്ലാതെ മകളെ സമാധാനിപ്പിക്കാനോ അച്ഛൻ കൂടെ ഉണ്ടാവുന്നോ അങ്ങനെ കുറച്ച് നല്ല വാക്കുകളൊക്കെ പറയാലോ, അതൊന്നും പറയാൻ സാങ്വോ നിൽക്കുന്നില്ല. പിന്നീട് താഴേക്ക് പോയിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ അവന്റെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് ഇനി അത്യാവശ്യം വയലിൻ വായിക്കാറുണ്ട്. എന്നാൽ ഇന്ന് എന്താണെന്നറിയില്ല, രാത്രി ഭയങ്കരമായിട്ട് അലങ്കോലമായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് വളരെയധികം ശബ്ദത്തിൽ അതങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. സാങ്വോ ആണെങ്കിൽ തല പുകച്ച് ആലോചിച്ച് അവന്റെ
ജോലിയും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സാംഗോ ഉറക്കനെ വിളിച്ചു പറയുന്നത് ഇനിയാ അച്ഛനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ജോലിയുണ്ട് മോളെ, ശബ്ദം ഉണ്ടാക്കല്ലേ എന്ന് ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഭയങ്കര ശബ്ദത്തിൽ അവൾ ഇങ്ങനെ വയലിൻ വായിച്ചുകൊണ്ടിരിക്കാം. ചെറിയൊരു ദേഷ്യത്തിൽ സാംഗോ നേരെ മുകളിലേക്ക് പോയിട്ട് ഇനിയെ കിടക്കുന്ന ആ റൂം തുറന്നു നോക്കിയപ്പോൾ അവിടെ അവൾ ആ വയലിൻ വായിക്കുന്നൊന്നുമില്ല. അവള് നല്ല ഉറക്കത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ആ വയലിന്റെ ശബ്ദം അത് എവിടുന്ന കേട്ടത് ഒന്നും മനസ്സിലാകാതെ സാംഗോ അവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് ഇനിയുടെ റൂമിലുണ്ടായിരുന്ന ആ അലമാര തനിയെ തുറക്കുകയാണ്. സാംഗോ പോയിട്ട് അത് പടയ്ക്കുന്നുണ്ട്. പിന്നീട് തിരിച്ചു പോകുന്ന സമയത്ത് അത് വീണ്ടും തുറന്നു വരികയാണ്. സാൻവോയ്ക്കാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് വീണ്ടും ആ ഒരു അലമാര അടക്കുമ്പോൾ പെട്ടെന്ന് അത് തുറന്നുകൊണ്ട് അതിനുള്ളിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വരികയാണ്. കത്തിയുമായിട്ട് വന്ന ആ രൂപത്തിന്റെ തന്നെ കഴുത്തറക്കുകയാണ്. അതായത് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു മന്ത്രവാദിനി സ്ത്രീ ഉണ്ടല്ലോ, അവര് തന്നെ. ഞെട്ടിത്തരിച്ചു പോകുന്ന ഈ ഒരു സംഭവം കണ്ടുകൊണ്ടാണ് സാംഗോ അവൻ ഇന്നലെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടേബിളിൽ നിന്നും ചാടി എഴുന്നേൽക്കുന്നത്. അതായത് ഇന്നലെ വർക്ക് ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്നാലും ഒരു പേടി, മോൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ. അവൻ വേഗം ഇനിയുടെ റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ റൂം മുഴുവനായിട്ടും അലങ്കോലമായി കിടക്കുകയാണ്. അവളുടെ വസ്തുക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അതിനേക്കാൾ സാംഗോയെ ഭയപ്പെടുത്തിയത് ഇനി ഉപയോഗിക്കുന്ന ആ ഒരു വയലിൻ ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു കമ്പിയെല്ലാം പൊട്ടിച്ചു വെച്ച് അതിൽ മുഴുവൻ നഖത്തിന്റെ പാടുകൾ, അവളുടെ കയ്യിലെ ഒരിത്തിരി രക്തമെല്ലാം അതിലങ്ങനെ ആയിക്കെടുക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് സാംഗോയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയാണെങ്കിൽ ആ റൂമിൽ കാണാനുമില്ല. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് നോക്കുമ്പോൾ താഴെ ഒരു കിണർ പോലെ എന്തോന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ, അതിന്റെ അരികിലായിട്ട് ഇനി ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ അവൾ ചെയ്യുന്ന കാര്യം കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. കാരണം ചെറിയൊരു ബ്ലേഡ്, ആ ബ്ലേഡ് ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കാക്കയുടെ ദേഹത്ത് മുറിവാക്കി ആ രക്തം അവൾ കയ്യിലാക്കുക. അതേ നേരം തന്നെ അവളുടെ കണ്ണുകൾക്ക് ചില മാറ്റങ്ങളും വരുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാല്ലേ എന്തൊക്കെയോ ഒന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും മോളുടെ ഈ വ്യത്യസ്തമായിട്ടുള്ള പെരുമാറ്റെല്ലാം കണ്ട് സാംഗോയ്ക്ക് ആകെ പേടിയായിട്ട് ഡോക്ടറിനെ വിളിക്കുകയാണ്. ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡോക്ടറെ, അവൾക്ക് കാര്യമായിട്ടുള്ള ഒരു ചികിത്സ ആവശ്യമാണ്. ഇത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല ഡോക്ടറെ, പറ്റുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ബോർഡിങ്ങിലേക്ക് അവളെ മാറ്റിയാലെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് സാംഗോ, നന്നായിട്ട് ആലോചിച്ചിട്ട് നീ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇനിയിപ്പോ നിനക്ക് തീരെ പറ്റുന്നില്ലെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്കത് നോക്കാം. ഇപ്പൊ തൽക്കാലം ഒരു നാനിയെ വെച്ച് നീ അവളെ നോക്കുമെന്ന് പറയാം. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു. സാംഗോയ്ക്ക് ജോലിക്ക് പോകാൻ നേരമായിട്ടുണ്ട്. ഇപ്പൊ ഇനിയോട് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇനിയെ പറയാണ്, അപ്പൊ ഇന്നലെ അത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല അല്ലേ, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോടാ, നീയൊക്കെ ഒരു അച്ഛനാണോടാ. ആ രീതിയിൽ ഭയങ്കര റോഡായിട്ട് തന്നെ അവള് സംസാരിക്കുമ്പോൾ സാംഗോ ചോദിക്കുകയാണ്, ഇനിയാ നീ എന്താ ഈ പറയുന്നത്, ഈ സംസാര ശൈലിയൊക്കെ നീ എവിടുന്നാ പഠിച്ചത്. ഇത് കേട്ടപ്പോ ഇനിയൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവൾ ഒരൊറ്റ കൂക്കലാണ്, ഒരു അലർച്ചയാണ്. പിന്നീടുള്ള അവളുടെ പെരുമാറ്റമൊക്കെ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. എന്തായാലും ഈ സിറ്റുവേഷനിൽ മോളെ നോക്കാൻ പറ്റില്ല എന്ന് സാംഗോ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ഒരു നാനി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയാണ്. നാനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു വല്ലാത്ത ആറ്റിറ്റ്യൂഡ് ഉള്ള ആള് തന്നെ. അവർ വന്ന പാടിന് പറയുന്നത് ഒരു ദിവസത്തേക്ക് ഇത്ര $1 വേണം, എന്നാ മോളെ നോക്കാം. ആ ആയിക്കോട്ടെ എന്ന രീതിയിൽ സാംഗോ അതിന് സമ്മതിക്കുകയാണ്. എന്നാൽ ആ സ്ത്രീയുടെ പെരുമാറ്റവും അവരുടെ ആ ഒരു ശൈലിയെല്ലാം കണ്ടപ്പോൾ സാംഗോ വിചാരിക്കുകയാണ് ഇതിനേക്കാൾ നല്ലത് മകളെ ബോർഡിങ്ങിലാക്കുന്നതാണല്ലോ. എന്തായാലും അവരുടെ അടുത്ത് മകളെ ഏൽപ്പിച്ചുകൊണ്ട് സാംഗോ ഇപ്പൊ ജോലിക്ക് പോവാണ്. സാംഗോ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ നാരി ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന സാംഗോയുടെ ഭാര്യയുടെ പഴയ മോതിരെല്ലാം കയ്യിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഇടുകയാണ്. എന്നിട്ട് അവളുടെ ഏതോ കൂട്ടുകാരിക്ക് വിളിച്ചിട്ട്, എടി പുതിയൊരു ജോലി സെറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഇപ്പൊ വന്ന് കയറിയിട്ടുള്ളൂ, എന്തായാലും അടിപൊളി സ്ഥലം, നമ്മളെ നോക്കാനായിട്ടൊന്നും ആരും ഇവിടെ ഇല്ല, നല്ല ഫ്രീഡാണ്. പിന്നെ ഇയാളുടെ ഭാര്യ ഇവിടെ ഇല്ല തോന്നുന്നു, അവരുടെ കുറെ ആഭരണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കാര്യം നല്ല രസമാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ നാനി എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേൾക്കുകയാണ്. ഇതെന്താ ഈ ശബ്ദം, ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട് അവർ നേരെ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനില്ല. അതുപോലെ തന്നെ ഇനിയൊക്കെ കഴിക്കാൻ കൊടുത്ത ഭക്ഷണമാണെങ്കിൽ ഒന്നും അവൾ കഴിച്ചിട്ടുമില്ല. വേണമെങ്കിൽ തിന്നാ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അവൾക്ക് കുടിക്കാൻ വെച്ച ആ ഒരു പാലെല്ലാം സിങ്കിൽ കൊണ്ടുപോയി ഒഴിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഒരു മീനിനെ കാണുന്നുണ്ട്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഈ നാനി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അതേ നേരം തന്നെ ഇനിയ അതിലൂടെ ചിരിച്ചുകൊണ്ട് ഓടുകയാണ്. എന്നാൽ അവളെ ഈ നാനിക്ക് കാണാനും പറ്റുന്നില്ല. നാനിക്ക് അപ്പൊ തന്നെ മനസ്സിലായി ഇവള് എന്നെ പൊട്ടത്തിയാക്കാണ്, എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക, നിന്നെ ഇപ്പൊ ശരിയാക്കി തരാടി, ആളെ പൊട്ടത്തിയാക്കാൻ നോക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ദേഷ്യം വന്നപ്പോ ഈ ഒരു നാനി ആ ഒരു ഏജൻസിയെ വിളിച്ച് പറയണം ഈ പെണ്ണിനെ ഒന്നും എനിക്ക് നോക്കാൻ പറ്റില്ല. ഇപ്പൊ ആ ഒരു ഏജൻസി വർക്ക് സൈഡിലുള്ള സാംഗോ വിളിച്ച് പറയണം ഇതുപോലെ പ്രശ്നമുണ്ട്. അപ്പൊ സാംഗോ പറയാണ്, നിങ്ങൾ പറഞ്ഞ കാശ് ഞാൻ ഡെയിലി തരുന്നില്ലേ, പിന്നെയും എന്നോട് തന്നെയാണോ ഈ കാര്യങ്ങൾ പറയുന്നത്, ജോലി ഏറ്റാതെ മര്യാദക്ക് ചെയ്യണം എന്ന് പറയാണ്. അതുപോലെ സൈറ്റിലാണെങ്കിൽ വേറെ ഒരുപാട് വർക്ക് പ്രഷർ, എല്ലാം കൂടി ആയിട്ട് സാംഗോയ്ക്ക് ഒരു മനസമാധാനവും ഇല്ല. അങ്ങനെ അന്ന് ദിവസം രാത്രിയായിട്ടോ നമ്മുടെ ഇനിയെ കാണിക്കുകയാണ്. അവളിപ്പോ നിൽക്കുന്നത് അവളുടെ റൂമിലെ ആ അലമാര ഉണ്ടല്ലോ അതിന്റെ തൊട്ട് മുന്നിലായിട്ടാണ്. അതിന്റെ ഉള്ളിലാണല്ലോ അസ്വാഭാവികമായിട്ട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടക്കുന്നത്. അതിന്റെ മുന്നിൽ ഒരു വല്ലാത്ത രീതിയിൽ നിന്നുകൊണ്ട് ഇനി ആരോടോ പറയാണ്, എന്നെയും കൂടെ കൊണ്ടുപോ, എനിക്കിവിടെ വേണ്ട, എനിക്കിവിടെ ഇഷ്ടമില്ല. പെട്ടെന്ന് ആ അലമാരയുടെ ഉള്ളിൽ നിന്നും ഒരുപാടധികം കൈകൾ വന്ന് നിമിഷ നേരങ്ങൾ കൊണ്ട് ഇനിയെ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. സോ ഇതോടുകൂടിയിട്ട് ഇനിയ മിസ്സിംഗ് ആണ്. വീട്ടിലേക്ക് തിരിച്ചെത്തിയ സാംഗോ എത്ര നോക്കിയിട്ടും മകളെ പിന്നീട് കണ്ടെത്താൻ പറ്റിയില്ല. കേസായി, അന്വേഷണമായി. ഇനിയുടെ ഒരുപാട് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പല സ്ഥലത്തും കൊണ്ട് ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. സാംഗോ ആണെങ്കിൽ എന്നും സ്റ്റേഷനിലേക്ക് ചെന്ന് പോലീസുകാരോട് എന്തായി കാര്യങ്ങൾ, എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചോ എന്നും ഓരോ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ആ ഒരു നാനിയെ നിങ്ങൾ
നിങ്ങൾ ചോദ്യം ചെയ്തു, അവരാണ് ആ സമയത്ത് എന്റെ വീട്ടിലുണ്ടായിരുന്നത്. ഇപ്പൊ ഈ പോലീസുകാരും പറയാണ് ഞങ്ങൾ ഒരുപാട് അവരോട് കാര്യങ്ങൾ ചോദിച്ചതാണ്, അവിടുത്തെ CCTVയും പരിശോധിച്ചു, നിങ്ങൾ കൊണ്ടുവന്ന ആ നാനിക്കും നിങ്ങളുടെ മകളുടെ മിസ്സിംഗ് കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആ കാര്യം ഞങ്ങൾ ഉറപ്പിച്ചതാണ്, നിങ്ങൾ എന്തായാലും കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കുന്നു ഈ പോലീസുകാർ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതിനുശേഷം സാങ്വോ ഇച്ചിരിയൊക്കെ മാനസിക നില തെറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതായത് ഇതെന്റെ മകളാണ്, ഇവൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ എന്നെ അറിയിക്കണം, ഞാൻ നിങ്ങൾക്ക് നല്ല കാശ് തരാം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതാകെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. അവസാനം ഇതൊക്കെ വാർത്തയാവുന്നുണ്ട്. പിന്നീട് പോലീസുകാർ തന്നെ വന്നിട്ട് പത്രക്കാരോട് പറയാണ്, ഇയാളുടെ വീട്ടിൽ അന്ന് ഞങ്ങൾ പരിശോധനയ്ക്കായിട്ട് പോയ സമയത്ത് ഇയാൾ ഒരുപാടധികം ടാബ്ലറ്റുകൾ കഴിക്കുന്നുണ്ട്, മാനസികമായിട്ട് ഇയാൾക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, ഇയാളുടെ ഭാര്യ മരിച്ചു പോയതാണ്. അപ്പൊ പ്രാന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ഇയാൾ സോഷ്യൽ മീഡിയയിൽ കാണിക്കെങ്കിലും നിങ്ങൾ ആരും അത് കാര്യമാക്കേണ്ട എന്നൊക്കെ പറയാണ്. എന്തായാലും ഈ ഒരു മിസ്സിംഗ് കേസ് ഭയങ്കരമായിട്ട് പോപ്പുലർ ആവുന്നുണ്ട്. എന്നാൽ ഈ ഒരു കേസ് മാത്രമല്ല, ഈ ഇടയായിട്ട് ഓരോ വീടുകളിൽ നിന്നും ഇതേ പ്രായമുള്ള ഓരോ കുട്ടികളെയായിട്ട് കാണാതായിട്ടുണ്ട്. എന്നാൽ ഇതുവരെയായിട്ടും അതിന്റെ ഒരു എവിഡൻസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ലീഡ് അതാർക്കും പോലീസുകാർക്കൊന്നും കണ്ടുപിടിക്കാനേ പറ്റിയിട്ടില്ല. അപ്പൊ ഈ ഒരു വാർത്ത ഒരു റെസ്റ്റോറന്റിൽ ഇരുന്നുകൊണ്ട് ഒരുത്തിന് അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം സാങ്വോയെ കാണിക്കുകയാണ്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അയാളുടെ ഓരോ ജോലികൾ ചെയ്യാണ്. മാത്രമല്ല ഇവനെ ട്രോളിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ നെറ്റ്വർക്ക് കട്ടാവുകയാണ്. അത് നന്നാക്കാനായിട്ട് ഒരാളെ സാങ്വോ വിളിച്ചിട്ടുണ്ട്. ഇതേ നേരം തന്നെ സാങ്വോയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നിട്ട് നേരെ ഇനിയുടെ റൂമിലേക്ക് പോവാണ്. അതായത് അന്ന് വന്ന സമയത്ത് പെട്ടെന്ന് ഇനിയ അവളുടെ ഒരു പുസ്തകം അടച്ചു വെച്ചായിരുന്നല്ലോ, ആ പുസ്തകം ഇപ്പൊ സാങ്വോ തുറന്നു നോക്കുകയാണ്. തുറന്നു നോക്കിയ സമയത്ത് ഇപ്പൊ സാങ്വോ കണ്ട കാര്യം അവനെ ഞെട്ടിച്ചു കളഞ്ഞു. അവളുടെ റൂമിലെ ആ ഒരു അലമാര, അതിന്റെ തൊട്ടടുത്തായിട്ട് ഘോരമായ ഒരു രൂപം, അങ്ങനെയുള്ള ഒരു ചിത്രമായിരുന്നു അവൾ അതിൽ വരച്ചു വെച്ചിരുന്നത്. ഇപ്പൊ സാങ്വോ നേരെ ആ ഒരു അലമാരയുടെ അടുത്തേക്ക് ചെന്ന് അതങ്ങനെ തുറക്കാൻ നിൽക്കുമ്പോൾ ആരോ വന്ന് ബെല്ലടിക്കുന്നുണ്ട്. സാങ്വോ നേരെ പുറത്തേക്ക് പോവാണ്. പോയി നോക്കുമ്പോൾ ഈ ഇന്റർനെറ്റ് ഉണ്ടല്ലോ, അത് നേരാക്കാൻ വന്ന ആളായിരുന്നു. ഇയാൾ ഉള്ളിലേക്ക് വന്ന പാടിന് ഒരു മിഷ്യൻ വെച്ച് അവിടെ മുഴുവനായിട്ട് സ്കാൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പൊ സാങ്വോ ചോദിക്കാണ്, അല്ല നിങ്ങൾ ഇന്റർനെറ്റ് നന്നാക്കാൻ വന്നതല്ലേ, ഇതെന്ത് മെത്തേഡാണ്? ഇപ്പൊ അയാൾ പറയുന്നത്, സാറേ ഇത് പുതിയൊരു മെത്തേഡാണ്, എവിടെയാ പ്രശ്നം എന്ന് ഞങ്ങൾക്ക് ഇത് വെച്ച് കണ്ടുപിടിക്കാൻ കഴിയും. പെട്ടെന്ന് ആ ഒരു മെഷീനിൽ നിന്നും വല്ലാത്ത ബീപ്പ് സൗണ്ട് വരികയാണ്. അപ്പൊ സാങ്വോട് ഇയാൾ പറയുന്നുണ്ട്, സാറേ മുകളിൽ ആ പ്രശ്നം തോന്നുന്നു, ഞാൻ അവിടെ പോയി നോക്കട്ടെ. ഇപ്പൊ സാങ്വോ പറയണ, ആ മുകളിൽ പോയി നോക്കിക്കോ. ഇപ്പൊ വന്നാൾ വേഗം മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതേ നേരത്താണ് മറ്റൊരാൾ വന്ന് ബെല്ലടിക്കുന്നത്. നോക്കുമ്പോൾ അയാളായിരുന്നു ശരിക്കും ആ ഒരു ടെക്നീഷ്യൻ. ഇയാൾ വന്നപാടിന് പറയുന്നത്, സാറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ആരും വയറ് മുറിച്ചിട്ടതായിരുന്നു, എന്തായാലും ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. ഇപ്പൊ തന്നെ സാങ്വോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, നേരത്തെ വന്നത് ഒരു കള്ളനാണ്, അവനാണ് ഈ പരിപാടി ഒപ്പിച്ചത്. മുകളിലേക്ക് പോയി അവനെ ഇപ്പൊ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയണം, നീ എന്താ എന്നെ പൊട്ടനാക്കി ഇവിടെ വന്നിട്ട് കക്കാൻ നോക്കുകയാണോ, ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നെ സാങ്വോ ഇപ്പൊ പോലീസിനെ വിളിക്കുകയാണ്. ഇതേ നേരം തന്നെ ഈ വന്ന ആള് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകളുടെ റൂമിലെ ആ കബോർഡിൽ അൺയൂഷ്വൽ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കണ്ടായിരുന്നോ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തായിരുന്നു? ഇത് കേട്ടപാട് തന്നെ സാങ്വോ പോലീസിനെ വിളിച്ചുകൊണ്ടിരുന്ന ആ കോള് അത് കട്ട് ചെയ്യാണ്. എന്നിട്ട് ഇയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ അറിയുന്നത്? ഇപ്പൊ ഈ വന്ന ആള് പറയണ, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എന്നെ സ്വാമി എന്ന് വിളിച്ചാൽ മതി, വാ നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ചില കാര്യങ്ങൾ നോക്കാന്ന് പറയണം. അങ്ങനെ ഉള്ളിലേക്ക് ചെന്ന് ഈ സ്വാമി എന്ന് പറഞ്ഞ ആള്, ഞാനിട്ട പേരാണ് കേട്ടോ ഒരു രസത്തിന്. എന്തായാലും സ്വാമി ഉള്ളിലേക്ക് പോയിട്ട് കുറെ അധികം പിക്ചേഴ്സും ഡീറ്റെയിൽസും ഉള്ള ഒരു പുസ്തകം തുറന്ന് സാങ്വോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സ്വാമി പറയുന്നുണ്ട്, ഇത് ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമൊന്നുമല്ല, ഇത് തുടങ്ങിയത് 1998 മുതലാണ്. അതിനുശേഷം പല കുട്ടികളെയും അവരുടെ വീട്ടിൽ നിന്നും ഇതുപോലെ അസ്വാഭാവികമായിട്ട് യാതൊരു തെളിവും ഇല്ലാതെ കാണാതായിട്ടുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ കാരണമല്ല, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള മറ്റൊരു കാരണം ഉണ്ട് എന്ന് പറയണം. അതുപോലെ തന്നെ ഒരു വീഡിയോ ഈ സ്വാമി ഇപ്പോൾ നമ്മുടെ സാങ്വോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഒരു റെക്കോർഡഡ് ഫുട്ടേജ് ഉണ്ടല്ലോ, അത് തന്നെ ആ മന്ത്രവാദിനി എന്തോ മന്ത്രം ചെയ്യുന്ന സമയത്ത് അവര് തന്നെ കത്തിവെച്ച് അവരുടെ കഴുത്തറക്കുന്ന ആ വീഡിയോ. അപ്പൊ ആ വീഡിയോയിലുള്ള സ്ത്രീയെ കണ്ടപാട് തന്നെ സാങ്വോ പറയുന്നത്, ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സ്വാമി പറയാണ്, ഇത് എന്റെ അമ്മയാണ്, 20 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ പ്രേതബാധയുള്ള ഒരു വീട്ടിൽ പോയിട്ട് അതിനെ ഒഴിപ്പിക്കാൻ നോക്കിയ സമയത്താണ് എന്റെ അമ്മയ്ക്ക് ഇത് സംഭവിച്ചത്. അതുപോലെ ഓരോ കുട്ടികളെയും അവരുടെ വീട്ടിൽ നിന്ന് കാണാതാവുന്നതിന് മുന്നേ തന്നെ അവരുടെ അച്ഛനും അമ്മയുടെയും മുന്നിലേക്ക് എന്റെ അമ്മയുടെ ആത്മാവ് ഒരു തവണയെങ്കിലും വരാറുണ്ട്. അതൊരു മുന്നറിയിപ്പാണ്, അവരുടെ കുട്ടികളെ കാണാതാവും എന്നുള്ള മുന്നറിയിപ്പ്. നിങ്ങൾക്ക് ഓൾറെഡി ആ മുന്നറിയിപ്പ് എന്റെ അമ്മ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരു ചിത്രം എടുത്ത് സാങ്വോയ്ക്ക് സ്വാമി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിൽ അവ്യക്തമായ ഒരു പെൺകുട്ടിയുടെ രൂപം കാണുന്നുണ്ട്. ഇപ്പൊ സ്വാമി പറയാണ്, ഇവിടെയുള്ള ഓരോ കുട്ടികളെ കാണാതാവുന്നതിന് പിന്നിലും ഈ ഒരു കുട്ടിയാണ്. ഇതെല്ലാം കേട്ട് സാങ്വോയ്ക്ക് മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ സാങ്വോ പറയണത്, നിങ്ങൾക്കിപ്പോ വേണ്ടത് എന്റെ കയ്യിലെ കാശല്ലേ, മന്ത്രവാദം, പ്രേതം, ഭൂതം ഇതൊക്കെ പറഞ്ഞ് എന്റെ കയ്യിൽ നിന്നും അത് അടിച്ചു മാറ്റാനല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്, നിങ്ങൾ തൽക്കാലം സ്ഥലം വിട്ടേ, ഓൾറെഡി ഞാൻ വല്ലാത്തൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. ശരി എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സ്വാമി അവിടുന്ന് പോവാണ്. എന്നാൽ പോവാൻ നേരത്തെ സ്വാമി ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ഏക വ്യക്തി ഞാൻ മാത്രമായിരിക്കും. കുറച്ചു നേരം സാങ്വോ അങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. ശരിയാണ്, അയാൾ പറയുന്നത് ശരിയല്ലേ. പെട്ടെന്ന് തന്നെ സ്വാമിയുടെ അടുത്തേക്ക് സാങ്വോ ഓടി ചെല്ലുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ സ്വാമി അയാളുടെ കാറിന്റെ ഡിക്കി തുറക്കുകയാണ്. എന്നിട്ട് അതിലുണ്ടായിരുന്ന കുറച്ചധികം സാധനങ്ങൾ അത് വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് സാങ്വോട് പറയാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും ഓരോ മോണിറ്ററും എന്തൊക്കെയോ ചില മെഷീൻസ് ഇതൊക്കെ അവിടെ കൊണ്ടുവെക്കുന്നുണ്ട്. അതായത് ഗോസ്റ്റ്, പ്രേത
പ്രേതങ്ങൾ അതുപോലെയുള്ള പ്രസൻസ് വന്നു കഴിഞ്ഞാൽ കാണാനുള്ള ക്യാമറകൾ, ലൈറ്റുകൾ, ഇതൊക്കെയായിരുന്നു ഇതെല്ലാം ആ വീടിന്റെ പല ഭാഗത്തും സെറ്റ് ചെയ്യാണ്. സ്പെഷ്യൽ ആയിട്ട് ഇനിയുടെ റൂമിന്റെ ഭാഗത്ത്, അതുപോലെ തന്നെ അവളുടെ റൂമിന്റെ വാതിലുണ്ടല്ലോ, അതിൽ ചില മന്ത്രവാക്യങ്ങൾ എഴുതിയ ചില പോസ്റ്റേഴ്സ് എല്ലാം ഒട്ടിക്കുന്നുണ്ട്. പിന്നീട് സാങ്വോയ്ക്ക് വെക്കാൻ വേണ്ടി ഒരു ഹെഡ്സെറ്റ് കൊടുക്കുകയാണ്. അതുപോലെ സ്വാമിയും ഒരു ഹെഡ്സെറ്റ് വെക്കുന്നുണ്ട്. പിന്നീട് അവിടുത്തെ ക്യാമറയിൽ എന്തെങ്കിലും ചില വിഷ്വൽസ് കിട്ടുന്നുണ്ടോ എന്ന് ഇവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഉണങ്ങിയ പുല്ലുണ്ടല്ലോ, അതുപയോഗിച്ച് ഒരു പാവയുണ്ടാക്കി സ്വാമി അതിൽ അയാളുടെ രക്തമാക്കുകയാണ്. അതായത് കുട്ടികളുടെ ആത്മാവാണല്ലോ ഇവിടെ ഉള്ളത്, അവരെ അട്രാക്ട് ചെയ്യാനാണ് ഈ പാവ വെച്ചിരിക്കുന്നത്. പിന്നീട് ക്യാമറയിലൂടെ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ അൺയൂഷ്വൽ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഇവരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് ഇനിയുടെ റൂമിലെ ലൈറ്റുകൾ ചെറുതായിട്ട് കത്തി അണയാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഒരു വല്ലാത്ത ശബ്ദവും. ഇത് കേട്ടപാട് സാങ്കോ പറയണത് ഇത് എന്റെ മോള് വയലിൻ വായിക്കുന്ന ശബ്ദമാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും ഇനിയുടെ റൂമിലെ ആ ഒരു കബോർഡ് ഉണ്ടല്ലോ, ആ കബോർഡിന്റെ ഭാഗത്തേക്ക് തന്നെ നോക്കുമ്പോൾ അത് പെട്ടെന്ന് തുറന്നു വരികയാണ്. ക്യാമറ ഒന്ന് അങ്ങോട്ടേക്ക് പതിയെ സൂം ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അതിന്റെ ഉള്ളിൽ നിന്ന് വരും എന്ന് കരുതിയിട്ട് ഇവരങ്ങനെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു കതക് അടഞ്ഞു പോകുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ഏതെങ്കിലും ഒരു ആത്മാവ് വന്നാൽ അതിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഒരു പാവയെ ഇവിടെ വെച്ചായിരുന്നല്ലോ, അതെല്ലാം എന്തോ ഒന്ന് വന്ന് പിച്ച് ചീന്തിയിട്ടിരിക്കുകയാണ്. കാര്യം കണ്ടപാടിന് സ്വാമിക്ക് ഒരു കാര്യം മനസ്സിലായി. ആഹാ, അപ്പോ ഇവള് നമ്മളെ കൊണ്ട് പണി എടുപ്പിക്കും. നമ്മൾ വിചാരിച്ചതുപോലെ ഒരു വെറും കുട്ടിയുടെ മനസ്സല്ല ഇവിടെയുള്ള ആ ഒരു ആത്മാവിൽ. ആൾ ഇച്ചിരി പെശകാണ്, ഡേഞ്ചറാണ്. നമുക്ക് മറ്റൊരു കാര്യം ചെയ്തു നോക്കാം. കുറച്ചുകൂടെ പാവ, ടെരിബിയസ് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ ഈ സ്വാമി അയാളുടെ രക്തം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയാണ്. എന്നിട്ട് കുറച്ചു നേരം കൂടെ കാത്തിരിക്കാന്ന് സ്വാമി പറയാണ്. അതിനിടയിൽ ഇയാൾ ഒരു ചായ എല്ലാം കുടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സ്വാമി ചോദിക്കുകയാണ്, സാങ്വോ നിങ്ങളുടെ മകളുണ്ടല്ലോ ഇനിയാ, അവൾ നന്നായിട്ട് വയലിൻ വായിക്കുകയായിരുന്നല്ലേ, അവൾക്ക് വേറെ എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നത്? ഇങ്ങനെ മകളെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സാങ്വോയ്ക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ബബ്ബ അടിക്കുകയാണ്. അപ്പൊ സ്വാമി പറയുന്നത്, ഓഹോ, അപ്പൊ മകളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല അല്ലേ, അവൾ അധികം നോക്കാറില്ല അല്ലേ. ശരി, ഇതും പറഞ്ഞ് ഫുഡും കഴിച്ച് അവൻ കിടന്ന് ഉറങ്ങുകയാണ്. എന്നാൽ സാങ്വോ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മോണിറ്ററിലേക്ക് തന്നെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞു കേട്ടോ. രാത്രി ആയ സമയത്ത് സാങ്വോയ്ക്ക് എന്തോ ചില വ്യത്യസ്തമായ കാര്യങ്ങൾ ഇനിയുടെ റൂമിൽ നടക്കുന്നതായിട്ട് തോന്നി. പതിയെ അങ്ങോട്ടേക്ക് സാങ്വോ പോകുന്നുണ്ട്. ആ റൂമിലേക്ക് പോകരുതെന്ന് സ്വാമി പറഞ്ഞായിരുന്നു. എന്നാലും അതിന്റെ ഉള്ളിൽ നിന്നും അച്ഛാന്ന് പറഞ്ഞിട്ട് ഒരു വിളി കേട്ടപ്പോ സാങ്വോ പതിയെ അതിന്റെ ഉള്ളിലേക്ക് പോയി. ഉള്ളിലേക്ക് പോയപ്പോ അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ആ കബോർഡ് അത് തുറന്നു കിടക്കുകയാണ്. ഇപ്പൊ സാങ്വോ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ കബോർഡ് അടക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ സാങ്വോ ഇപ്പൊ കയറിയ ഈ റൂം ഉണ്ടല്ലോ, ഇതിന്റെ വാതിൽ പതിയെ അടഞ്ഞുകൊണ്ടിരിക്കുക. ആ കാര്യം സാങ്വോ അറിയുന്നില്ല. പെട്ടെന്ന് ആ റൂമിൽ മുഴുവനായിട്ടും ഇരുട്ട് വ്യാപിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ആ ബ്യൂറോ അത് പതിയെ ഓപ്പൺ ആയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ രൂപം പുറത്തേക്ക് വരുന്നുണ്ട്. പെൺകുട്ടിയുടെ രൂപം എന്നൊന്നും പറഞ്ഞാൽ പോരാ, കണ്ടാൽ ഏതൊരുത്തിന്റെയും അടിവയറ് വരെ കലങ്ങി പോകും. അങ്ങനെ ഒരു രൂപം അതിപ്പോ സാങ്വോയുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ അതുപോലെ ഒന്നല്ല, പല ജാതി പ്രേതങ്ങൾ, അതും പ്രത്യേകിച്ച് കുട്ടികളുടെ പ്രേതങ്ങൾ. ഇതിങ്ങനെ സാങ്വോയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഹെഡ്സെറ്റിലൂടെ സാങ്വോ ഒരു ശബ്ദം കേൾക്കുകയാണ്. സാങ്വോ വേഗം കണ്ണടക്കി എന്ന് പറയാണ്. പറഞ്ഞത് മറ്റാരുമല്ല, സ്വാമിയാണ്. ആ റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ഉള്ളിലൂടെ സ്വാമി കാണുന്നുണ്ടായിരുന്നു. ഇപ്പൊ സ്വാമി നമ്മുടെ സാങ്വോയുടെ ഒരു കാര്യം പറയുന്നുണ്ട്. സാങ്വോ, നമ്മളല്ല അവരെ സ്കെച്ച് ചെയ്തത്, അവർ നമ്മക്കിട്ടാ പണി തന്നിരിക്കുന്നത്. ട്രാപ്പ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ടേക്ക് അവർ കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ സാങ്വോ, ഒരു കാരണവശാലും നിങ്ങൾ കണ്ണ് തുറക്കാൻ പാടില്ല, കാരണം നിങ്ങളുടെ കണ്ണിലൂടെയാണ് അവർ നിങ്ങളെ കാണുന്നത്. എന്തായാലും സാങ്വോ കണ്ണടച്ചത് കൊണ്ട് തന്നെ ആ ഒരു കുട്ടിപ്രേതങ്ങൾക്ക്, അവറ്റകൾക്ക് ഇപ്പൊ സാങ്വോ കാണാനില്ല. ഇപ്പൊ സാങ്വോയ്ക്ക് ഇതിലൂടെ വരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാമി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് ഇങ്ങനെ പതിയെ ആ റൂമിന്റെ ഫ്ലോറിലൂടെ പോകുന്ന സമയത്ത് ഒരു പ്രേതത്തിന്റെ കാലിൽ തൊടാൻ നിൽക്കുമ്പോൾ സ്വാമി പറയാണ്, കൈ അടക്കി വെച്ചോ, മറ്റൊരു ദിശയിലൂടെ കണ്ണടച്ച് പോകുന്നു പറയണം. ഇതേ നേരം തന്നെ സ്വാമി അവിടെ വെച്ച ആ ഒരു മോണിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലെ വിഷ്വൽസ് ഒക്കെ പെട്ടെന്ന് കട്ടായി പോവാണ്. എന്താ സംഭവിക്കുന്നതെന്ന് ആ നിമിഷത്തിൽ സ്വാമിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് സ്വാമി മുന്നിലേക്ക് നോക്കിയപ്പോൾ ദാണ്ട് നിൽക്കുന്ന ഒരു രൂപം മുന്നിൽ ഒറ്റയടിക്ക് കണ്ടതുകൊണ്ട് തന്നെ അവന്റെ ചങ്ക് വരെ കലങ്ങി പോകുന്നുണ്ട്. പേടിച്ചൊരു നിർത്താണ് അവന്. എന്തായാലും ആ ഒരു നിമിഷത്തിൽ പകച്ചുപോയ സ്വാമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പിന്നീട് കയ്യിലുണ്ടായിരുന്ന ഒരു മാന്ത്രിക കത്തി എടുക്കുകയാണ്. ഒന്നും നോക്കിയില്ല, ആ ഒരു ആത്മാവിന് നേരെ ഒരൊറ്റ ഏറിയാണ്. എന്നാൽ ആ മാന്ത്രിക കത്തി അതിന്റെ ദേഹത്ത് തട്ടാതെ അതിന്റെ തൊട്ട് മുന്നിൽ വന്ന് അതങ്ങനെ ആ ഒരു എയറിൽ തന്നെ നിൽക്കുകയാണ്. പിന്നീട് ആ കുട്ടിയുടെ ആത്മാവ് ഒരു അലർച്ചയാണ്. ആ നേരത്താണ് ആ ആത്മാവിന്റെ മുഖം സ്വാമി കാണുന്നത്. ആ മുഖം ഇതിനു മുന്നേ എവിടെയോ കണ്ടിട്ടുണ്ട്. അവന്റെ കയ്യിൽ ഒരുപാട് ഫയലുകൾ ഉണ്ടല്ലോ, ഇതുപോലെ മിസ്റ്റീരിയസ് ആയിട്ട് കാണാതായ കുട്ടികളുടെ ലിസ്റ്റുള്ള ഒരു ഫയല്, അതിൽ ആദ്യമായി കാണാതായത് ഈ കുട്ടിയായിരുന്നു. എന്നാൽ ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് ആത്മാക്കളായി മാറുന്നത്? അവർക്ക് ശരിക്കും എന്താ സംഭവിച്ചത്? എന്തായാലും ഇതിനുശേഷം കാണിക്കുന്നത് സോങ്വയാണ്. അവൻ ഇപ്പോഴും ഇനിയുടെ ആ ഒരു റൂമിൽ പെട്ടുകിടക്കുകയാണ്. ഫുൾ ആത്മാക്കളാണ്. ഒന്ന് അനങ്ങിയാൽ, ഒരു ശബ്ദം ഉണ്ടായാൽ അവന്റെ അടുത്തേക്ക് ആ ആത്മാക്കൾ വരും, അവനെ കടിച്ച് കീറും. എന്നാൽ എങ്ങനെയൊക്കെയോ എഴഞ്ഞെഴഞ്ഞ് അവസാന വാതിലിന്റെ അരികിലേക്ക് സാങ്വോ എത്തുകയാണ്. എന്നാൽ അതേ നേരം കയ്യിലുണ്ടായിരുന്ന വാച്ചിൽ അലാറം അടിക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ട കുട്ടികളുടെ ആത്മാക്കൾ അവന്റെ അടുത്തേക്ക് ഓടി വരുന്ന സമയത്ത് തന്നെ ആ വാച്ചുരി അവൻ വലിച്ചെറിയാണ്. പിന്നീട് പതിയെ കതക് തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ പുറത്ത് വന്ന് നോക്കുമ്പോൾ സ്വാമിയെ കാണാനില്ല. എന്നാൽ തൊട്ടപ്പുറത്തെ റൂമിൽ തന്നെ ചോരയിൽ കുളിച്ചുകൊണ്ട് സ്വാമി ഉണ്ടായിരുന്നുണ്ട്. സ്വാമി പറയണ്, എടാ പണി
കിട്ടിയടാ, പണി കിട്ടി. അപ്പോഴേക്കും അവൻ താഴെ വീണു പോവാണ്. സാങ്വോ ഒന്നും നോക്കിയില്ല, അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഈ സ്വാമി എന്തോ ഒരു കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്. മോംജിൻ മോംജിൻ എന്നുള്ള ആ ഒരു പേര് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാങ്വോയ്ക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണെന്ന്. എന്തായാലും വേഗം തന്നെ ICUലേക്ക് മാറ്റുകയാണ് ഇപ്പൊ സ്വാമി. പിന്നീട് സാങ്വോയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, അതായത് ഒരു കുട്ടിയുടെ പേരാണ് ഇപ്പൊ സ്വാമി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു ഫയൽ തപ്പി നോക്കുമ്പോൾ അതിൽ ആദ്യമായിട്ട് കാണാതായ ആ കുട്ടിയുടെ പേരാണ് മോംജിൻ. അതുപോലെ തന്നെ ആ കുട്ടിയുടെ കയ്യിൽ ഒരു പാവ ഉണ്ടായിരുന്നു. ഈ പാവ തന്നെയാണ് ഇനിയുടെ കയ്യിലും അന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും ഇതോട് കൂടിയിട്ട് മോംജിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാന്ന് സാങ്വോ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവളെ അന്വേഷിച്ച് ഒരു സ്ത്രീയുടെ അടുത്തേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ആ സ്ത്രീ മോംജിന്റെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എല്ലാം ചെയ്ത് അത് ആകെ പൊട്ടിപ്പോയി, ഒരു കള്ളുകുടിയനായി, ഭാര്യയും മകളെ നോക്കാതെയായി, ഇപ്പൊ ഒരു പിച്ചക്കാരനെ പോലെ ജീവിക്കുകയാണ്. അതുപോലെ തന്നെ അയാളുടെ മകളായിട്ടുള്ള മോംജിനെ ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവളെ കാണാതായിട്ടുണ്ട്, അവളുടെ അമ്മയും കാണാതായിട്ടുണ്ട്. എന്തായാലും മോംജിന്റെ അച്ഛനെ തേടി പോകുന്നു തന്നെ സാങ്വോ തീരുമാനിക്കുകയാണ്. ഇതേ നേരം തന്നെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സ്വാമി ബോധമില്ലാതെ കിടക്കുകയാണ്. എന്നാൽ അവന്റെ സ്വപ്നത്തിൽ അവന്റെ അമ്മ വന്ന് ചില കാര്യങ്ങളൊക്കെ പറയാണ്. അവന്റെ ശരീരം നന്നായിട്ട് കിടന്ന് വിറയ്ക്കുന്നുണ്ട്. പിന്നീട് സ്വാമി ചാടി എഴുന്നേൽക്കുകയാണ്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഇതേ നേരം തന്നെ സാങ്വോ മോജിന്റെ അച്ഛനെ തേടിക്കൊണ്ട് ഒരു കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. കുടില് പോലെ ഒരു വീടും കെട്ടി ഒരു പിച്ചക്കാരനെ പോലെയാണ് അയാൾ അവിടെ താമസിക്കുന്നത്. അങ്ങോട്ടേക്ക് വന്നപാട് തന്നെ സാങ്വോ മോജിനെ കുറിച്ച് ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു മനുഷ്യൻ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഒന്ന് പോവോ, എന്റെ മകളെയും എന്റെ ഭാര്യയും നഷ്ടപ്പെട്ട് ഒരു നരക ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ, ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അത് കേട്ട സമയത്ത് സാങ്വോയ്ക്ക് മനസ്സിലായി അയാളുടെ ആ ഒരു വിഷയം എന്താണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു പോവാണ്. പോവാൻ നേരത്ത് മോജിന്റെ പാവ സാങ്വോയുടെ വീട്ടിലുണ്ടായിരുന്നല്ലോ, അത് കൊണ്ടുവന്നായിരുന്നു. അതിപ്പോ മോജിന്റെ അച്ഛന് കൊടുക്കുകയാണ്. എന്നാൽ ആ പാവയെ കണ്ട സമയത്ത് എന്തുകൊണ്ടാണെന്നറിയില്ല ഈ മനുഷ്യൻ കിടന്ന് വിറയ്ക്കുകയാണ്. ഒരു കത്തിയെടുത്ത് അത് വെട്ടിമുറിക്കുകയാണ്. മാത്രമല്ല സാങ്വോയോട് ഇവിടുന്ന് പോകാനും പറയുന്നുണ്ട്. ഇതിനുശേഷം റൂമിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് അവിടെ കുറെ മെഴുകുതിരികളൊക്കെ ഉണ്ടായിരുന്നു. ആ മെഴുകുതിരിയുടെ തീ ഉപയോഗിച്ച് ഈ പാവയെ തീയിട്ട് നശിപ്പിക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡ് പതിയെ ഓപ്പൺ ആവുകയാണ്. അതിനുള്ളിൽ നിന്നും ഒരു രൂപം പതിയെ പുറത്തേക്ക് വരുന്നുണ്ട്. മോജിന്റെ ആത്മാവായിരുന്നു അത്. അവള് വന്ന വാട് തന്നെ അച്ഛ എന്നൊരു വിളി വിളിക്കുന്നുണ്ട്. അത് കേട്ടവാടി മനുഷ്യൻ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് ഒരു പന്ത് എടുത്തെറിയുന്നത് പോലെ ആ റൂമിന്റെ പല ഭാഗത്തേക്ക് ഇയാളെ പിടിച്ചെറിയാണ്. അവസാനം അയാളുടെ കഴുത്തിലേക്ക് ഒരു കയറ് കുരുങ്ങി ഇയാൾ അവിടെ തൂങ്ങി ആടുകയാണ്. ഈ നേരത്ത് ഇതിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടല്ലോ എന്ന് കരുതിയിട്ട് സാങ്വോ പോയോടത്തുനിന്ന് തിരിച്ചു വരികയാണ്. റൂമിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് എവിടെ നിന്നോ മോംജിന്റെ അച്ഛൻ വന്നിട്ട് അവൻ അറ്റാക്ക് ചെയ്ത് അവന്റെ കഴുത്തിൽ ഇറക്കി പിടിക്കുകയാണ്. ശ്വാസം കിട്ടാതെ സാങ്വോ കിടന്ന് പെടയുന്നുണ്ട്. ഇപ്പോ അവന്റെ കഴുത്തിൽ കയറി പിടിച്ചിരിക്കുന്നത് അത് മോംജിന്റെ അച്ഛനല്ല, മോംജിന്റെ ആത്മാവ് കയറിയ അവളുടെ അച്ഛന്റെ ശരീരം മാത്രമാണിത്. എന്തായാലും ശ്വാസം കിട്ടാതെ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സാങ്വോയ്ക്ക് ഒരു എലൂഷൻ വരികയാണ്. അതായത് എന്താണ് മോംജിന് സംഭവിച്ചെന്ന് അവന് നേരിട്ട് കാണാൻ കഴിഞ്ഞു. മോംജിന്റെ ഈ അച്ഛനുണ്ടല്ലോ, മഹാവൃത്തികെട്ട മനുഷ്യനായിരുന്നു. ഇയാളുടെ ബിസിനസ് തകർന്ന് ആകെ ലോസ് ആയ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു മദ്യപാനിയായി മാറി. ഇയാളുടെ സ്വബോധം നഷ്ടമായി. പണം ഇല്ലാത്തത് കൊണ്ട് തന്നെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം രാത്രി ഇയാളുടെ ഭാര്യയെ കൊന്നുകളഞ്ഞു. ഇത് കണ്ട് പേടിച്ചു പോയ മകളായിട്ടുള്ള മോംജിൻ പോയിട്ട് ഒരു കബോർഡിന്റെ ഉള്ളിൽ ഒളിക്കുകയാണ്. അമ്മയെ കണ്ടിട്ടും അതുപോലെ തന്നെ അച്ഛന്റെ ഈ ഭ്രാന്ത് കണ്ടിട്ടും പേടിച്ച് വിറച്ചുകൊണ്ട് ആ ഒരു കുട്ടി അതിന്റെ ഉള്ളിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. അവളുടെ ആ ഒരു നിസ്സഹായാവസ്ഥ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അന്ന് രാത്രി പിന്നീട് സംഭവിച്ചത് അതിനേക്കാൾ ഭയാനകരമായിട്ടുള്ള മറ്റൊന്നായിരുന്നു. മകൾ ഒളിച്ചിരിക്കുന്ന ആ ഒരു കബോർഡ് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് വന്ന മോംജിന്റെ അച്ഛൻ പറയാണ്, കാശില്ലാതെ ഇങ്ങനെ ദരിദ്രരെ പോലെ ജീവിക്കാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് മോളെ, നമുക്ക് ഈ ജീവിതം വേണ്ട മോളെ എന്ന് പറഞ്ഞിട്ട് ആ മരത്തിന്റെ കബോർഡിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അവളെ കൊന്നുകളയാണ്. അതെങ്ങനെയാന്നല്ലേ, ദുഷ്ടനായിട്ടുള്ള ആ മനുഷ്യൻ ആ കബോർഡിന് തീ വെക്കുകയാണ്. പാവം മോംജിൻ അതിന്റെ ഉള്ളിൽ കിടന്ന് വെന്ത് കരഞ്ഞ് ഒരുപാട് വേദന എടുത്തുകൊണ്ടാണ് മരണപ്പെട്ടത്. അതുകൊണ്ടാണ് അവളുടെ ആത്മാവിന് ഇത്രയ്ക്കും പക ആരോട്, അവളുടെ അച്ഛനോടും കുട്ടികളോട് ഇങ്ങനെ പെരുമാറുന്ന എല്ലാ പേരൻസിനോടും. ഇതെല്ലാം കണ്ട് സത്യം മനസ്സിലാക്കിയ സാങ്വോ ഇപ്പൊ ശ്വാസം കിട്ടാതെ മരിക്കുമെന്ന അവസ്ഥയിലായപ്പോ പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ആര് വരുന്നത്, നമ്മുടെ സ്വാമി വരുന്നത്. കയ്യിൽ പെട്ടെന്നൊരു മുറിവുണ്ടാക്കി ആ രക്തം കൊണ്ട് മോംജിന്റെ അച്ഛന്റെ നെറ്റിയിൽ വരച്ചു കൊടുക്കുകയാണ്. ആ നേരം അയാളുടെ ഉള്ളിലുണ്ടായിരുന്ന മോംജിന്റെ ആത്മാവ് എവിടേക്കോ പോവുകയാണ്. ഇപ്പൊ ആ ഒരു മനുഷ്യന്റെ സ്വബോധം കിട്ടിയ സമയത്ത് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത് എന്ന്. എന്നാൽ പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ അവിടെ ഉണ്ടായിരുന്ന കബോർഡ് തുറന്നു അതിന്റെ ഉള്ളിലേക്ക് ഇയാളെ എന്തോ ഒന്ന് വലിച്ചെടുത്ത് കൊണ്ടുപോവാണ്. എന്നാൽ പിന്നീട് ആ കബോർഡ് തുറന്നു നോക്കിയപ്പോ അതിനുള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, വെറും കാലിയായി കിടക്കുകയാണ്. ഇവിടെ വെച്ച് മറ്റൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ സാമിയും സാങ്വോയും ഇവിടുന്ന് പോവുകയാണ്. പോകാൻ സമയത്താണ് സ്വാമിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ സാങ്വോട് പറയുന്നത്. അതായത് ഒരുപാട് കുട്ടികളെ കാണാതായല്ലോ, അവരുടെ ഒരു ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. എന്നാൽ ഇപ്പോഴാണ് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ കുട്ടികളെല്ലാവരും അവരുടെ മാതാപിതാക്കളിൽ നിന്നും പല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവരാണ്. മാതാപിതാക്കളുടെ സ്നേഹം കിട്ടാതെ അവരുടെ ഉപദ്രവം ഏറ്റുവാങ്ങിയ പാവം കുട്ടികൾ. ഇങ്ങനെയുള്ള ഈ കുട്ടികളെയാണ് മോംജിന്റെ ആത്മാവ് അവളുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. സാങ്വോ, നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയോ, നിന്റെ മോളെ നീ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിയത്, അവൾ ഹാപ്പി ആയിരുന്നു, നിനക്ക് ആ കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ സ്വാമി, നീ ഒന്ന് വണ്ടി നിർത്തുമെന്ന് പറയാണ്. കാറിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സാങ്വോ പറയാണ്, സ്വാമി നീ പറഞ്ഞത് ശരിയാണ്,
ചെയ്യാണ്. എന്റെ മോളെ ഞാൻ നന്നായിട്ട് നോക്കിയിട്ടില്ല, അവൾ ഒരിക്കലും സന്തോഷത്തിലായിരുന്നില്ല. ഇപ്പൊ പുച്ഛത്തിലൊന്ന് ചിരിച്ചുകൊണ്ട് സാങ്വോയോട് സാമി ഒരു കാര്യം പറയുന്നുണ്ട്. ആ കുട്ടി ജീവിക്കുന്നത് തന്നെ നിങ്ങൾ ഉണ്ട് എന്ന ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ്. നിങ്ങൾ മാത്രമാണ് അവളുടെ ലോകം. എന്നിട്ടും ആ കുട്ടിയൊന്നും മൈൻഡ് ആക്കാതെ ജോലി ജോലി എന്ന് പറഞ്ഞിട്ട് പണത്തിന്റെയും സമ്പത്തിന്റെയും പിന്നിൽ മാത്രം ഓടുകയാണ്. എന്തൊരു വിഡ്ഢിത്തരാണ്, എന്തൊരു വിരോധാഭാസമാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സാങ്വോയ്ക്ക് ഉള്ളു കിടന്ന് പെടയ്ക്കാൻ തുടങ്ങുകയാണ്. ഇയാൾ പറഞ്ഞത് ശരിയല്ലേ, ആ കുഞ്ഞിന് ആകെയുള്ളത് സാങ്വോ മാത്രമാണ്. ഒറ്റയ്ക്ക് ആ ഒരു വീട്ടിൽ എത്ര ദിവസങ്ങളാണ് അവൾ ഒറ്റയ്ക്ക് കഴിഞ്ഞത്. അവൾ നല്ല രീതിയിൽ ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ ചിലപ്പോൾ അവളെ എനിക്ക് നഷ്ടമാകില്ലായിരുന്നു. ഇപ്പൊ സാങ്വോ സ്വാമിയോട് ഒരു കാര്യം പറയുന്നുണ്ട്. ഇനിയിപ്പോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് എന്ത് നഷ്ടമായാലും ശരി, സ്വാമി നീ എന്നെ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് അവരുടെ ലോകത്തേക്ക് പോകണം, എന്റെ മകളെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പൊ സ്വാമി പറയണ സാങ്വോ നീ എന്താ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? പോയാൽ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റിയെന്ന് പോലും വരില്ല, ഭയങ്കര ഡേഞ്ചറാണ്. എന്നാൽ സാങ്വോ പറയണത് എനിക്ക് കുഴപ്പമില്ല, ഒന്നില്ലെങ്കിൽ എനിക്ക് എന്റെ മോളെ വേണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചോട്ടെ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു പൂജ അല്ലെങ്കിൽ ആ ഒരു കർമ്മം നടത്താൻ വേണ്ടി പോവാണ്. അതിന് ഒരുപാട് പ്രിപ്പറേഷൻസ് സ്വാമി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാമി ഒരു കാര്യം പറയുന്നുണ്ട്. സാങ്വോ നിങ്ങൾക്ക് ആ ലോകത്തേക്ക് പോയാൽ 30 മിനിറ്റിൽ കൂടുതൽ നിൽക്കാൻ കഴിയില്ല, അതിൽ കൂടുതൽ നിന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാവും. എന്തായാലും ഇതിനുശേഷം ആ ഒരു റിച്വൽ അത് തുടങ്ങാൻ പോവാണ്. സ്വാമി ആദ്യം തന്നെ മോംജിൻ അവളുടെ അമ്മ ഇവരുടെ രണ്ടുപേരുടെ ഒരു ഫോട്ടോ എടുക്കുകയാണ്. എന്നിട്ട് ഉണക്കപ്പുല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു പാവയിൽ ആ ഫോട്ടോ ഇറുക്കി വെച്ച് കിട്ടുകയാണ്. അതിൽ പതിയെ പതിയെ രക്തം മുറ്റിക്കുന്നുണ്ട്. ഇതാണ് ആ ആത്മാക്കളെ കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ അവരുടെ പവർ കുറക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നു. ഇതിനുശേഷം സാങ്വോയെ സ്വാമി ആ കബോർഡിന്റെ ഉള്ളിൽ വെച്ച് ലോക്ക് ചെയ്യാണ്. അതിന് പുറത്ത് മന്ത്രങ്ങൾ കൊണ്ട് എഴുതിയ ആ പേപ്പറുകളും ഒട്ടിക്കുന്നുണ്ട്. അതായത് ആത്മാക്കൾ പുറത്ത് വരാതിരിക്കാനായിട്ട്. ഉള്ളിലേക്ക് പോകുമ്പോൾ തന്നെ സാങ്വോയുടെ സ്വാമി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇത് വിജയിക്കാം, ചിലപ്പോൾ ഇതിൽ തോൽക്കാം. തോറ്റു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയാലോ, നിന്റെ മരണമാണ്. എന്നാൽ എന്ത് സംഭവിച്ചാലും ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞ് തന്നെ സാങ്വോ അതിന്റെ ഉള്ളിലേക്ക് കയറി. എന്തായാലും കബോർഡ് ഇപ്പൊ ക്ലോസ് ആണല്ലോ, ഇപ്പൊ കണ്ണടക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് അവൻ കണ്ണ് തുറക്കുന്നുണ്ട്. കണ്ണ് തുറന്ന പാട് തന്നെ അവന്റെ തൊട്ടടുത്തുണ്ടായിരുന്നത് അവന്റെ ഭാര്യയുടെ ആത്മാവായിരുന്നു. ആദ്യം ഒന്ന് ഭയന്നു പോയെങ്കിലും പിന്നീട് ആ കബോർഡ് തുറന്നുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ ഇപ്പോൾ അവനുള്ളത് ഇനിയുടെ ആ റൂമിലല്ലായിരുന്നു, പകരം മറ്റൊരു ലോകത്ത്, ഇതുവരെയായിട്ടും കാണാത്ത വ്യത്യസ്തമായ ഒരു ഹോണ്ടിങ് പ്ലേസ് പോലത്തെ അങ്ങനെ ഒരു സ്ഥലം. അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ചെറിയ ചെറിയ ടേബിളുകൾ, അവർക്ക് കളിക്കാനുള്ള സാധനങ്ങൾ, കുറേയധികം പാവകൾ. എന്നാൽ കാണുമ്പോൾ ഒരു വല്ലാത്ത ഭയവും തോന്നുക. ഏതാണ് ഈ സ്ഥലം? ഈ നേരത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന വാച്ചിൽ നിന്ന് വീണ്ടും അലാറടിക്കുകയാണ്. ശബ്ദം കേട്ടപാടെ അവന് നേരെ കുറേയധികം കത്തികൾ പാഞ്ഞു വരികയാണ്. അതിൽ നിന്നും രക്ഷപ്പെട്ട സാങ്വോയുടെ അടുത്തേക്ക് മോംജിന്റെ അച്ഛൻ വരികയാണ്. അവനെ കൊല്ലാൻ നോക്കുകയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ അയാളെ തള്ളി മാറ്റി സാങ്വോ മുന്നോട്ടേക്ക് ഓടിയ സമയത്ത് ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. ഒരുപാട് മനുഷ്യ ശരീരങ്ങൾ അവിടെ തൂക്കിയിട്ടിരിക്കുകയാണ്. അതായത് കുട്ടികളെ ഉപദ്രവിക്കുന്ന എല്ലാ അച്ഛനമ്മമാരെയും മോംജിന്റെ ആത്മാവ് കൊണ്ടുവരും, ഇതുപോലെ ഇവിടെ വെച്ച് കൊന്നുകളയും. ഇത് കണ്ട് ആകെ ഭയന്ന് വിറച്ചു നിൽക്കുന്ന സാങ്വോയുടെ നേരെ അവന്റെ ഭാര്യ വരികയാണ്. ആ ഭാര്യയുടെ ആത്മാവ് വന്നിട്ട് അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഒരു ബോട്ടിലെടുത്ത് അത് അവന്റെ വയറ്റിൽ കുത്തി കയറ്റാൻ നോക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി സാങ്വോ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ പുറത്തുണ്ടായിരുന്ന സ്വാമിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി ആ മന്ത്രം ചൊല്ലുന്നത് നിർത്തി കണ്ണ് തുറന്നു നോക്കുകയാണ്. നോക്കുമ്പോൾ ആ പാവയിലുണ്ടായിരുന്ന തീ ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് അണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാമി വേഗം തന്നെ അയാളുടെ രക്തം കുറച്ച് അതിലേക്കാക്കിയിട്ട് വീണ്ടും അതിന് തീ കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ആ ലോകത്തുണ്ടായിരുന്ന മോംജിന്റെ ശക്തി വീണ്ടും ക്ഷയിച്ചു പോവാണ്. ഭാര്യയുടെ രൂപത്തിൽ വന്ന് സാങ്വോയെ അറ്റാക്ക് ചെയ്യുന്നത് അത് മറ്റാരും ആയിരുന്നില്ല, മോംജിന്റെ ആത്മാവ് തന്നെയായിരുന്നു. അതായത് ഈ ലോകം ഉണ്ടാക്കിയതും ആ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതും മോംജിന്റെ ആത്മാവ് തന്നെയാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ട് സാങ്വോ പുറത്തേക്ക് പോവാണ്. ഇതേ നേരം തന്നെ സ്വാമി ഇങ്ങനെ അവളുടെ ശക്തിയെ കുറക്കാൻ വേണ്ടി നോക്കുന്നത് കണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ആ കബോർഡ് തുറന്നുകൊണ്ട് അവൾ പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സ്വാമി പരമാവധി ആ അലമാര അടച്ച് പിടിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ കൈകൾ ഇയാളെ പിടിച്ചുള്ളിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ലോകത്തിലെത്തിയ സാങ്വോയെ കാണിക്കുകയാണ്. ബിൽഡിംഗ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു വല്ലാത്തൊരു സ്ഥലം കേട്ടോ, കാണുമ്പോൾ തന്നെ പേടിയാവും. നിറയെ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. അതിലൂടെ അവൻ നടക്കുന്ന സമയത്ത് ചെറിയൊരു പാർക്കിലേക്ക് അവൻ എത്തുന്നുണ്ട്. വന്നു നോക്കുമ്പോൾ അവിടെ കുറേയധികം കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികളെല്ലാവരും ഇപ്പൊ വളരെയധികം സന്തോഷത്തിലാണ്. എന്നാൽ ആ കൂട്ടത്തിൽ ഇനിയെ കാണാത്തത് കൊണ്ട് തന്നെ സാങ്വോ ഉറക്കനെ അവളെ വിളിക്കുകയാണ്. മോളെ നീ എവിടെയാണ്? ഇനിയാന്ന് വിളിച്ച് അതിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ വിളി അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ കേൾക്കുകയാണ്. ഇത്രയും നേരം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്ന ആ കുട്ടികളുടെ രൂപം പെട്ടെന്ന് മാറുകയാണ്. കണ്ടാൽ പേടിയാവുന്ന വിചിത്രമായിട്ടുള്ള കണ്ണുകളുമായിട്ട് ആ കുട്ടികൾ ഇപ്പോൾ സാങ്വോയെ വന്ന് പൊതിയാണ്. എന്നാൽ ഇതേ നേരം തന്നെ കുറച്ചപ്പുറത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ച് ഇനിയ അവൾക്ക് ഇഷ്ടമുള്ള ആ ഒരു വയലിൻ അത് വായിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ ഇതിന്റെ ഇടയിൽ നിന്നും അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ ദേഹത്തേക്ക് ഒരു വണ്ടി വന്ന് തട്ടുന്നത് പോലെ സാങ്വോയ്ക്ക് തോന്നുകയാണ്. അവന്റെ ബോധം നഷ്ടമായി. പിന്നീട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവന്റെ തൊട്ടടുത്ത് തന്നെ മോംജിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. ആ ആത്മാവ് ഇപ്പൊ സാങ്വോയോട് പറയാണ്, നീ എന്തിനാണ് നിന്റെ മോളെ തേടി ഇങ്ങോട്ടേക്ക് വന്നത്? നീ ആഗ്രഹിച്ചതല്ലേ നിന്റെ മോൾ നിന്റെ അടുത്തുനിന്ന് പോകണമെന്ന്, നിനക്ക് സമാധാനം വേണമെന്ന്. ഇപ്പൊ തെറ്റ് മനസ്സിലാക്കിയ സാങ്വോ അതൊക്കെ ശരിയാണ്, പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. എന്റെ മോളെയാണ് ഞാൻ ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും വില കൽപ്പിക്കുന്നതും സ്നേഹിക്കുന്നതും. ദയവ് ചെയ്ത് നിന്റെ ലോകത്തിലേക്ക് അവളെ കൊണ്ടുപോകരുത്, എനിക്ക് അവളെ തിരിച്ചു തരണമെന്ന് പറയാണ്. എന്നാൽ മോംജിന്റെ ആത്മാവ് പറയാണ്, വൈകിപ്പോയി, ഇനി അധിക നാളില്ല. അവൾ വൈകാതെ ഞങ്ങളുടെ ഈ ലോകത്തിൽ തന്നെയാവും. അവൾ ഇവിടെ വളരെയധികം സന്തോഷത്തിലായിരിക്കും. ഈ സമയത്ത് സാങ്വോ പറയാണ്, എനിക്കറിയാം മോംജിൻ, നിനക്ക് എന്താ സംഭവിച്ചതെന്ന്, നിന്റെ അച്ഛൻ എന്താ നിന്നോട് ചെയ്തതെന്ന് എനിക്കറിയാം. ഒരിക്കലും എന്റെ മോൾ അതുപോലെ വിഷമിക്കും
വിഷമിക്കില്ല, ദയവ് ചെയ്ത് അവളെ വിട്ടുക. ഇത് വീണ്ടും വീണ്ടും പറഞ്ഞപ്പോ മോംജിന്റെ ആത്മാവിന് വല്ലാതെ ദേഷ്യം വരികയാണ്. അവളിപ്പോ എന്താക്കി, സാങ്വോയെ എടുത്തൊരു എറിയുന്നുണ്ട്. പിന്നീട് ഇനിയെ വിളിച്ച് അവളുടെ കൈകൾ കൊണ്ട് അവളുടെ അച്ഛനെ കൊല്ലാൻ വേണ്ടി പറയാണ്. ഇതേ സമയത്ത് പുറത്തുണ്ടായിരുന്ന സ്വാമി, അയാൾക്ക് മനസ്സിലായി ഉള്ളിൽ കാര്യമായിട്ട് എന്തോ നടക്കുന്നുണ്ടെന്ന്. സംഗതി പാളി പോവാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ആ ആത്മാക്കളെ തടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വാമി. ഇപ്പോ പെട്ടെന്ന് അവന്റെ അമ്മ അവന്റെ മൈൻഡിലേക്ക് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുക്കാൻ, മോനെ നീ അതുപോലെ ചെയ്യുന്നു. ഇതേ സമയത്ത് തന്നെ രണ്ടും കൽപ്പിച്ച് സ്വാമി ഇപ്പോ ആ കബോർഡിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇതേ നേരം തന്നെ ഇനി ആ കത്തിയുമായിട്ട് സാങ്വോയെ കുത്താൻ വന്ന അതേ സമയത്ത് തന്നെ സാങ്വോ പെട്ടെന്ന് അവിടെ നിന്ന് ഇല്ലാതായി പോവാണ്. ഇതേ നേരം തന്നെ അവിടെ ഒരാൾ വരുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, മോംജിന്റെ അമ്മയായിരുന്നു. അതായത് സ്വാമിക്ക് അവന്റെ അമ്മ പറഞ്ഞു കൊടുത്ത വിദ്യ അതായിരുന്നു കേട്ടോ. മന്ത്രത്തിലൂടെ അവിടെ മോംജിന്റെ അമ്മയുടെ ഒരു രൂപത്തിനെ അവരുണ്ടാക്കിയെടുത്തു. മോംജിൻ അവളുടെ അമ്മയെ കണ്ടപാട് തന്നെ വളരെ നല്ല രൂപത്തിലേക്ക് സാധാരണ ഒരു കുട്ടിയെ പോലെ ആയിട്ട് മാറുകയാണ്. ഇപ്പൊ കരഞ്ഞുകൊണ്ട് തന്നെ അവളുടെ അമ്മ അവളോട് പറയുന്നുണ്ട്, മോളെ നീ ഇതുപോലൊരു ചീത്ത കുട്ടി ആവല്ലേ, ഈ ലോകത്തിൽ നീ നിൽക്കണ്ട മോളെ, എന്റെ കൂടെ വാ, നമുക്ക് പോകാന്ന് പറയാണ്. അമ്മ വിളിച്ചതുപാട് തന്നെ അമ്മയുടെ അടുത്തേക്ക് മോംജിന്റെ ആത്മാവ് ഓടിച്ചില്ലുകയാണ്, അവരെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ നേരത്ത് തന്നെ സ്വബോധം നഷ്ടപ്പെട്ട ഇനിയ അവളുടെ അടുത്തേക്ക് സാങ്വോ പോവാണ്, അവൾ എടുക്കുകയാണ്. ഇപ്പൊ മോംജിന്റെ കൂടെ അവളുടെ അമ്മയുണ്ടല്ലോ, ആ രൂപം അവിടെ വന്നത് തന്നെ സ്വാമി കാണിച്ച ആ ഒരു മന്ത്രവിദ്യയിലൂടെയാണ്. എന്നാൽ ഇപ്പൊ ആ ഒരു മാന്ത്രിക വിദ്യയുടെ ശക്തി പതിയെ പതിയെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് തന്നെ ആ ലോകത്തിൽ ഉണ്ടായി വന്ന മോംജിന്റെ അമ്മയുടെ ആ ഒരു രൂപം അത് തനിയെ ഇല്ലാതായി പോവാണ്. എന്നാൽ അങ്ങനെ ഇല്ലാതായി പോയ സമയത്ത് മോംജിൻ അവളുടെ ഉഗ്ര രൂപത്തിലേക്ക് വന്ന് അവളുടെ രോക്ഷം കാണിക്കുകയല്ല ചെയ്തത്. ഒരു സാധാരണ കുഞ്ഞിനെ പോലെ തന്നെ അമ്മ ഇല്ലാതായ അല്ലെങ്കിൽ അമ്മയെ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞ് എങ്ങനെ കരയോ അതുപോലെ ആ കുഞ്ഞ് അവിടുന്ന് മോംജിൻ അവിടുന്ന് തേങ്ങി തേങ്ങി കരയാണ്. ഇത് സാങ്വോ കാണുകയാണ്. സാങ്വോക്ക് വേണമെങ്കിൽ ഇനി എടുത്തുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോവാം. പക്ഷെ ആ ഒരു കുട്ടി അവിടുന്ന് തേങ്ങി തേങ്ങി കരയുമ്പോൾ അവൾ ഒരു ആത്മാവായിട്ട് കൂടി നമ്മുടെ സാങ്വോയ്ക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. സാങ്വോ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. മോളെ, ഈ ഒരു അവസ്ഥ നിനക്ക് വന്നേല് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. നിനക്ക് നല്ലൊരു അച്ഛനെ കിട്ടിയില്ല, നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ല, എന്നോട് നീ ക്ഷമിക്കും മോളെ എന്ന് പറയാണ്. ഇതേ നേരം തന്നെ സങ്കടം കൊണ്ട് മോംജിൻ ഇപ്പൊ സാങ്വോയെ കെട്ടിപ്പിടിക്കുകയാണ്. അവൾ ഇത്രയും നാൾ കണ്ടതുപോലെയുള്ള ദുഷ്ടനായിട്ടുള്ള ഒരു അച്ഛനല്ല സാങ്വോ എന്ന് അവൾക്ക് മനസ്സിലായി. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും അവരുടെ ശരിയായ രൂപത്തിലേക്ക് വരികയാണ്. അതായത് ഈ കുട്ടികളൊക്കെ ഒരു സമയത്ത് അവരുടെ മാതാപിതാക്കളുടെ കൈകൊണ്ട് ഒരുപാട് ഉപദ്രവം നേരിട്ടവരാണ്, ഒരുപാട് ഏകാന്തത നേരിട്ടവരാണ്, സ്നേഹം ഒരു തരി പോലും കിട്ടാത്തവരാണ്. അങ്ങനെയുള്ള കുട്ടികളെ തേടി പിടിച്ച് മോംജിൻ ഉണ്ടാക്കിയ ഈ ലോകത്തേക്ക് അവൾ അവരെ കൊണ്ടുവരും. ഈ ലോകത്തിൽ വെച്ച് അവർക്ക് സന്തോഷം കൊടുക്കും. അതുപോലെ അവരെ ഉപദ്രവിച്ച മാതാപിതാക്കളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കൊന്നുകളയും ചെയ്യും. ഇതേ നേരം തന്നെ പുറത്ത് നോക്കുകയാണെങ്കിൽ സ്വാമിയുടെ ആ ഒരു മന്ത്രത്തിന്റെ പവറൊക്കെ തീരാനായിട്ടുണ്ട്. അതുപോലെ 30 മിനിറ്റ് ആകാനായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ സാങ്വോ ഇനിയും കൂട്ടി പുറത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്നേക്കുമായിട്ട് ആ ലോകത്തിൽ അവൻ പെട്ടുപോകും. അതുകൊണ്ട് തന്നെ സാങ്വോയ്ക്ക് ഒരു മെസ്സേജ് ആയിട്ട് സ്വാമി ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രം അതിലിങ്ങനെ അടിക്കുകയാണ്. വല്ലാത്തൊരു ശബ്ദം മുഴങ്ങുന്നുണ്ട്. ഈ ശബ്ദം ആ ലോകത്തിൽ ഉണ്ടായിരുന്ന സാങ്വോയും കേൾക്കുകയാണ്. ഇപ്പൊ മോംജിനോടും അവിടെയുള്ള കുട്ടികളോടും യാത്ര പറഞ്ഞ് തന്റെ മകളായിട്ടുള്ള ഇനി എടുത്തുകൊണ്ട് സാങ്വോ ആ ലോകത്തിൽ നിന്നും ഓടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവസാനമായിട്ട് സാങ്വോ ഇപ്പോ മോംജിന്റെ ആത്മാവിനെ നോക്കുകയാണ്. അവളും അവളുടെ കൂടെയുള്ള ബാക്കിയുള്ള എല്ലാ കുട്ടികളുടെ ആത്മാവും അവരുടേതായിട്ടുള്ള ആ ലോകത്തിലേക്ക് തിരിച്ചു പോവാണ്. പൈശാചികമായി ഈ ലോകത്തിൽ ഇനി അവർ നിൽക്കില്ല. സ്നേഹത്തോടു കൂടിയിട്ട് വാത്സല്യത്തോടു കൂടിയിട്ട് മോംജിൻ അവസാനമായിട്ട് സാങ്വോയും ഒന്ന് നോക്കുകയാണ്. അതോടെ ആ ഒരു കബോർഡ് അടഞ്ഞു പോകുന്നുണ്ട്. ആ ലോകവും അവിടെ ഇല്ലാതാവുകയാണ്. സങ്കടം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് മോംജിൻ എന്ന കുട്ടിയുടെ ആത്മാവ് ഉണ്ടാക്കിയ ഒരു സന്തോഷത്തിന്റെ ലോകമായിരുന്നു അത്. ആ കുട്ടികൾക്ക് മാത്രമാണ് അവിടെ സന്തോഷം ലഭിക്കുക. എന്നാൽ അവരെ ഉപദ്രവിച്ച പാരന്റ്സിന് ആ ലോകം ഒരു നരകവുമായിരിക്കും. അങ്ങനെ ഈ സംഭവം എല്ലാം കഴിഞ്ഞു കേട്ടോ. കുറച്ച് ദിവസമായിട്ടുണ്ട്. സാങ്വോ അതുപോലെ തന്നെ സ്വാമി രണ്ടുപേരും ഒരു സ്കൂളിന്റെ പുറത്ത് നിൽക്കുകയാണ്. സ്കൂൾ ഇപ്പൊ വിടും, കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ ഇനിയും കാത്തുകൊണ്ട് സാങ്വോ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അതായത് പഴയതുപോലൊന്നുമല്ല, ഇനിയുടെ കൂടെ എപ്പോഴും നടക്കും. അവളെ കൂട്ടാനും കൊണ്ടാക്കാനും എല്ലാം സാങ്വോ തന്നെയാണ് പോകുന്നത്. ഇപ്പൊ സ്വാമി സാങ്വോയ്ക്ക് ഒരു ബില്ല് കൊടുക്കുന്നുണ്ട്. സാറേ ഇത്രയൊക്കെ ചെയ്തില്ലേ, അപ്പൊ അതിന്റെ ഒരു ചെലവ് ഇതിലെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടാ. ബില്ലൊരു ഇച്ചിരി കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, സാറിന് പറ്റുന്നത് തന്നാ മതി എന്ന് പറയണേ. ഇപ്പൊ സാങ്വോ പറയണേ, എന്റെ പൊന്നു സ്വാമിയെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ കിഡ്നി വരെ ഊരി തരും. കാരണം നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നത് ചെറിയൊരു കാര്യമല്ല, എന്റെ മകളെയാണ്. അവളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ലൈഫ് ഉണ്ടാവില്ലായിരുന്നു, എനിക്ക് ഈ ഒരു ജീവിതം ഉണ്ടാവില്ലായിരുന്നു, എനിക്ക് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അതുകൊണ്ട് എന്റെ പൊന്നു സ്വാമിയെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ എന്തും എഴുതി തരുന്നു പറയാം. ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ തെരുവിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ കാണിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ആ ഒരു കുട്ടി നമ്മളെ നോക്കുകയാണ്. അവന്റെ കണ്ണുകൾക്ക് വെള്ള നിറമായിരുന്നു. അതിനർത്ഥം അതെന്തായിരിക്കും? അത് നിങ്ങൾ തന്നെ പറ. പിന്നെ ഈ സിനിമയിലൂടെ നമുക്ക് തരുന്ന ആ ഒരു മെസ്സേജ് അതും എന്താണെന്ന് നിങ്ങൾ തന്നെ പറ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പൊ അതുവരെ ഓക്കെ, ബൈ.